ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. അതിനാവശ്യമായത് ഒരു 10-12 വറ്റൽമുളകും, 1 സ്പൂൺ ജീരകവും, 1 സ്പൂൺ നല്ല ജീരകവും ചേർത്ത്, മസാല ജീരകവും നല്ല ജീരകവുമാണ് ചേർക്കുന്നത്. അത് ഒന്ന് ചൂടാക്കി നമുക്ക് വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റോളം നമുക്കത് വറുത്തെടുത്ത ശേഷം ഇപ്പോൾ ഒരു മരം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒന്ന് ചതച്ച് പരുവത്തിൽ നമുക്കത് പൊടിച്ചെടുക്കാം. അത് പൊടിച്ചത് ഇങ്ങനെ ചതച്ച പരുവത്തിൽ അത് പൊടിച്ചെടുക്കാറുണ്ട്. അതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് ഇടുന്നത്. 2 പച്ചമുളക് ചെറുതാക്കി നുറുക്കിയിടുന്നത് പെട്ടെന്ന് അരിഞ്ഞിട്ടാനാണ്. അതുപോലെ നമുക്ക് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് ചേർക്കാം. അതും ചെറുതാക്കി നുറുക്കിയിടാം. ഒരു സവോള, ചെറിയ സവോള ചെറുതാക്കി നുറുക്കി അതിനകത്ത് ചേർക്കാം. അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി അതും ചെറുതാക്കി അതിനകത്ത് നുറുക്കിയിട്ടിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും, ഒരു പിടി മല്ലിയിലയും, 2 സ്പൂൺ തൈരുമാണ് ഞാൻ അതിനകത്ത് ഇടുന്നത്. അത് നന്നായിട്ട് നമുക്ക് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിടുക. ഇതിപ്പോൾ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിനിടാം. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ടൊന്നുകൂടി നമുക്കത് അരച്ച്. എന്നിട്ട് നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. 3-4 കാൽ കഷ്ണങ്ങളും കുറച്ച് എല്ലില്ലാതെ നല്ല മാംസമുള്ള പീസുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്ത് വെക്കാതിന് നന്നായിട്ട് ഉപ്പും എരിവൊക്കെ പിടിക്കാനാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ച് നമുക്ക് കഷ്ണത്തിലൊക്കെ നന്നായിട്ട് ചേർത്ത് പിടിപ്പിക്കുക. നന്നായിട്ട് കുഴച്ച് അതിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കിതൊന്ന് പുരട്ടി ഒതുക്കി എല്ലാ അരപ്പും കൂടി കൂട്ടി പൊത്തി വെച്ച് ഒരു 6 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ആ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നല്ല സ്മൂത്താകാനും അതിലെ ആ അരപ്പിൻ്റെ ടേസ്റ്റൊക്കെ പിടിക്കാനും സഹായിക്കും. അത് ഞാൻ ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റും. അതിനുശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വറുക്കുന്നതിന് തൊട്ട് മുമ്പ് അതിലേക്ക് 1 സ്പൂൺ മസാല ചേർത്തു. മസാല നേരത്തെ ചേർത്ത് കഴിഞ്ഞത് അതിൻ്റെ മണവും ഇതൊക്കെ നഷ്ടപ്പെടും. ഇതിങ്ങനെ നമ്മൾ വറുക്കുന്നതിന് തൊട്ട് മുമ്പ് മസാല ചേർത്താൽ നല്ല മണം, മസാലയുടെ ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ടൊരു ചട്ടി സ്റ്റൗ എത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ വറുത്തിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഞാൻ ചെയ്യുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് വെണ്ണ ചൂടായ ശേഷമേ കഷ്ണം ഇടാവൂ. എന്നാലാണ് അതിന് നന്നായിട്ട് മുരിഞ്ഞ് ഇതായിട്ട് കിട്ടത്തുള്ളൂ. ഓരോ കഷ്ണങ്ങളായിട്ട് പറക്കി വെച്ചിട്ട് കുറച്ച് നേരം തീ കുറച്ചിട്ട് വേവിക്കണം. ഒത്തിരി തീ ഇത് വെച്ചാൽ കരിഞ്ഞു പോകും. ആ മാംസം ഉള്ളൊന്നും വേഗത്തില്ല, പുറമേ കരിഞ്ഞ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തീ എപ്പോഴും കുറച്ചിട്ട് വേവിച്ച് മുരിച്ചിടുക. ഇടയ്ക്കിടയ്ക്കൊന്ന് കഷ്ണം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. എന്നാലാണ് എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനത് കോരി മാറ്റിയാണ്. ചട്ടിയുടെ അടിയൊക്കെ കരിഞ്ഞ അരപ്പ് ഇത് കൂടുതലുള്ളതുകൊണ്ട് കറുത്ത പോലെ പിടിച്ചിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങൾ ഇതേപോലെ വറുത്ത് മാറ്റാം. എല്ലാ കഷ്ണങ്ങളും ഞാൻ വറുത്ത് മാറ്റിയിട്ടുണ്ട്.
അത് അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.